എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചി? വന്നപ്പോൾ മുതൽ ചേച്ചിയുടെ സംസാരത്തിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നുമൊക്കെ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു. എന്തു പ്രശ്നം? വൈഗ അലക്ഷ്യമായി ചോദിച്ചു. ചേച്ചി എന്നെക്കാളും 3-4 കൂടുതൽ ഉണ്ടിട്ടുണ്ടാകും, ശരിയാ. പക്ഷെ എന്നും പറഞ്ഞ് ചേച്ചി എന്നെ തീരെ വിവരമില്ലാത്ത കൊച്ചുകുട്ടിയായി കാണരുതേ. വൈഗ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചു. വൈഗയുടെ തോളിൽ പിടിച്ച് വാവ ശക്തിയായി തനിക്ക് നേരെ തിരിച്ചു. പറ, എന്താ ചേച്ചിയുടെ പ്രശ്നം? മഹേഷേട്ടൻ വഴക്കുണ്ടാക്കുമോ? അതോ ആ പാരട്ട തള്ളയാണോ? ചേച്ചിക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ആ സ്ത്രീയോട് തന്നെ ചോദിച്ചോളാം. വാവേ. മുന്നോട്ടാഞ്ഞ വാവയുടെ കയ്യിൽ പിടിച്ച് ഇടറിയ ശബ്ദത്തിൽ അവൾ വിളിച്ചു. എന്താ ചേച്ചി? ഇനിയെങ്കിലും ഒന്ന് പറയുമോ എന്ന പോലെ വാവയുടെ ശബ്ദം ദയനീയമായിരുന്നു. മഹേഷേട്ടൻ എപ്പോഴും ദേഷ്യമാ. എന്നോട് മാത്രമല്ല, എല്ലാവരോടും അതെ. മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. ചേച്ചിയെ ഉപദ്രവിക്കുമോ? ഏയ്, ഫിസിക്കലി? ചോദ്യഭാവത്തിൽ നോക്കുന്ന വാവയെ നോക്കി ഇല്ലെന്ന് തല ചലിപ്പിച്ചു. വന്നതിലും ഒരുപാട് മാറ്റമുണ്ട് മോളെ. കവിളിലൂടെ ഒഴുകിയിറങ്ങുന്ന കണ്ണുകൾ തുടച്ച് വാവ രൂക്ഷമായി വൈകിയെ നോക്കി. വേറെ കുഴപ്പമൊന്നുമില്ലേ? അത് മോളെ, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ, വസ്ത്രം ധരിക്കാൻ, എന്തിന് സ്വന്തം വീട്ടിലൊന്ന് പോകാൻ പോലും അനുവാദമില്ല. പറയാൻ തോന്നിയില്ല വാവയോട്. എന്നോട് സ്നേഹമൊക്കെ ഉണ്ട് മോളെ. ഇത് കണ്ടില്ലേ, മുടിൽ എയർകട്ട് ചെയ്തും പുരികം എടുത്തും ഒക്കെ. വാവ കണ്ണുകൾ ചിമ്മാതെ വൈകിയെ തുറച്ചു നോക്കി. മുടി ലെയർ കട്ട് ചെയ്യുന്നതും പുരികം വടിക്കുന്നതും ബ്ലീച്ച് ചെയ്യുന്നതും ഒന്നും എന്താന്ന് പോലും എൻ്റെ വൈകേച്ചിക്ക് അറിയില്ല. മഹേഷേട്ടന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതൊക്കെ അവൾ ഓർത്തു. നമുക്ക് പോകാം, ചേച്ചി വന്നേ. ഒരു നിമിഷം പോലും ഇനി ഇവിടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് മാത്രമുള്ള പ്രശ്നമൊന്നും ഇല്ല വാവേ. ചേച്ചിക്ക് നിങ്ങളെ കാണാത്തതിൻ്റെ വിഷമം മാത്രമേ ഉള്ളൂ. പിന്നെ പ്രശ്നങ്ങളില്ലാത്ത ജീവിതമുണ്ടോ? അങ്ങനെ ഉപേക്ഷിച്ച് പോകാനാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പല പെൺകുട്ടികളും അവരുടെ വീടുകളിൽ വന്ന് നിന്നേനെ. തരണം ചെയ്ത് പോകാനാണ് പ്രയാസം. അതിനാണ് ആരും ശ്രമിക്കാത്തത്. ചേച്ചി, എല്ലാം അമ്മാവനോട് പറയാം. എന്തിന്? അമ്മാവനെല്ലാം അറിയാം. നിങ്ങൾക്ക് ഫീസൊക്കെ അടച്ചത് ഇവർ തന്ന പണമാ. ചേച്ചി എന്തൊക്കെയായി പറയുന്നത്? ആരും ഫീസൊന്നും അടച്ചില്ല. ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുക. 1 മാസത്തോളമായി. ഭാവ കരഞ്ഞുപോയി. മോളെ, നീ ഒരിക്കലും അനുജത്തിമാർ ബുദ്ധിമുട്ടരുതെന്ന് ആഗ്രഹിച്ചിരുന്നു. വീട്ടിൽ പോലും താനുള്ളപ്പോൾ ജോലികളൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. കോളേജിലെ ഒരു സീനിയർ ചേട്ടൻ്റെ ഒക്കെ കടയാ. ബില്ലിങ്ങിലാ 4 മണി മുതൽ 9 മണി വരെ. വേവുന്ന മനസ്സോടെ വൈക വാവയെ നോക്കി കണ്ണുകൾ അനുവാദമില്ലാതെ പെയ്തിറങ്ങുന്നു. മോളെ, വൈകിട്ടൊന്ന് സുരേഷേട്ടൻ വരും. അമ്മയും മോളും വീട്ടിലില്ലേൽ വേദ ബിന്ദുചേച്ചിയുടെ അടുത്തിരിക്കും. വൈകിയുടെ ഹൃദയം വേദനിച്ചു. വിവാഹം കഴിഞ്ഞാലും അവർക്കൊരു താങ്ങാകണമെന്ന് കരുതി. ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനാണ് എൻ്റെ ചേച്ചി എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. താൻ നിറഞ്ഞ മിഴികളോട് നോക്കുന്ന കണ്ടിട്ട് മുഖത്ത് നോക്കി വാവ പറഞ്ഞു. ചേച്ചിക്ക് എന്തിനാ ഇത്ര വാശി? നമുക്കാരും വേണ്ട ചേച്ചി. ഒരു വാടക വീടെടുത്ത് നമുക്ക് മാറാം. എന്തിനാ ഇങ്ങനെ സഹിക്കുന്നത്? ആർക്കു വേണ്ടിയാ? എൻ്റെ അനുജത്തിമാർക്ക് വേണ്ടി. റെയിലിങ്ങിൽ കൈമുറുക്കിക്കൊണ്ട് വൈക പറഞ്ഞു. വാടക വീട്, ജീവിതം പറയാൻ എളുപ്പമാണ്. ചേച്ചി ബന്ധം ഉപേക്ഷിച്ച് വന്നു നിന്നാൽ നിങ്ങൾക്കൊരു നല്ല ജീവിതം ഉണ്ടാകുമോ? പിന്നെ മഹേഷേട്ടനെ ചികിത്സിച്ചാൽ മാറുന്ന അസുഖമേ ഉള്ളൂ. അസുഖമല്ല, ഭ്രാന്ത്, മുഴുത്ത ഭ്രാന്ത്. നല്ല 2 പെട കൊടുത്താൽ ആ ഭ്രാന്തങ്ങ് മാറും. നമ്മളാരുടെ അടിമയൊന്നും അല്ല ചേച്ചി. ഈ സമൂഹം നമുക്കും കൂടെ ജീവിക്കാനുള്ളതാ. ആരെയാ ചേച്ചി പേടിക്കുന്നത്? പേടി നിങ്ങളുടെ ഭാവി ഓർത്ത് മാത്രമേ ഉള്ളൂ ചേച്ചിക്ക്. ഞാനിവിടെ നിന്ന് ഇറങ്ങിയാൽ അമ്മാവൻ വാങ്ങിയ പണമൊക്കെയോ? അത് അയാൾ കൊടുത്തോളും. ചേച്ചി വാ. ഇല്ല വാവേ, അത്രയ്ക്ക് സഹിക്കാൻ മേലെന്ന് തോന്നിയാൽ ചേച്ചി അങ്ങ് വരില്ലേ? നാളെ വൈശാഖ് സാറിനെ പോയൊന്ന് കാണണം. അടുത്ത ദിവസം മുതൽ ടെക്സ്റ്റൈൽസിൽ വന്നോട്ടെ എന്ന് ചോദിക്കണം. വാവയൊന്നും മിണ്ടിയില്ല. ദേഷ്യവും അമർഷവും ഒക്കെ തോന്നുന്നു. വാവേ. തോളിലമർന്ന വൈകിയുടെ കൈ തട്ടിയെറിഞ്ഞു വാവ. വാവേ, വരില്ലെന്ന് ഉറപ്പാണോ? മോളെ, എങ്കിൽ ഇവിടെ കിടന്ന് അനുഭവിച്ചോ. അനുജത്തിമാർക്ക് വേണ്ടി ചേച്ചി കൂടുതൽ ത്യാഗമൊന്നും സഹിക്കണ്ട. ഞങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാക്കാൻ ചേച്ചി സ്വന്തം ജീവിതമാണ് കളയുന്നത്. ഇതൊക്കെ ചേച്ചിയുടെ തെറ്റായ ചിന്തയാ. അല്ല വാവേ. തൻ്റെ കയ്യിൽ പിടിച്ച വൈകിയുടെ കൈ തട്ടിയെറിഞ്ഞുകൊണ്ട് വാവ തിരിഞ്ഞതും കണ്ടു. എല്ലാം കേട്ട് മൗനമായി വിതുമ്പുന്ന വേദുവിനെ. വാ ഇങ്ങോട്ട്. വേദുവിൻ്റെ കയ്യിൽ പിടിച്ച് വാവ വലിച്ചു.
വാവേ, വേദു. വൈഗ പിന്നിൽ നിന്നും വിളിച്ചു. വാവേച്ചി. വാവയുടെ കയ്യിൽ പിടിച്ച് വേദു വിളിച്ചു. ചേച്ചിക്ക് ഇവിടെ പട്ടിയെ പോലെ കിടക്കുന്നതാണ് ഇഷ്ടം. നമ്മൾ പറയുന്നൊന്നും കേൾക്കില്ല. നമ്മളായിരുന്നു വലുതെങ്കിൽ ഇപ്പോൾ നമുക്കൊപ്പം വന്നേനെ. വൈഗ ഓടിച്ചെന്ന് ഇരുവരുടെയും മുന്നിലേക്ക് കയറി നിന്നു. ചേച്ചി എന്ത് ചെയ്യണമെന്നാണ് എൻ്റെ അനുജത്തിമാർ പറയുന്നത്? അഗ്നിസാക്ഷിയായി കഴുത്തിൽ ചാർത്തി തന്ന ഈ താലി പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങളുടെ കൂടെ വരണോ? വരാം. എന്തുകൊണ്ടാണ് ചേച്ചി ഈ ബന്ധം ഉപേക്ഷിച്ച് വന്നതെന്ന് ഈ സമൂഹം ചോദിച്ചാൽ എന്താ ചേച്ചി മറുപടി പറയേണ്ടത്? ഭർത്താവിന് ചിത്തഭ്രമം ഉള്ളത് കൊണ്ടാണെന്നോ? പറയ്, ആണോ? ഞാൻ ആ മനുഷ്യനൊപ്പം നിൽക്കുവല്ലേ ചെയ്യേണ്ടത്? ചേച്ചി ഇങ്ങനെ ഒരു പാവമായി പോയല്ലോ. നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ച പോരെ ചേച്ചി? മറ്റുള്ളവർ പറയുന്നതിനൊക്കെ നമ്മൾ ചെവി കൊടുക്കണോ? നിങ്ങൾ കരുതുന്നത് പോലെ ചേച്ചിക്ക് യാതൊരു പ്രശ്നവും ഇല്ല മക്കളെ. മഹേഷേട്ടൻ കുറച്ച് ഒച്ചയിടുവന്നേ ഉള്ളൂ. ഞങ്ങൾ ഇറങ്ങുക. എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും ചേച്ചി വരില്ലെന്നറിയാം. കഴുത്തിൽ കിടക്കുന്ന ആ ലോഹത്തിൻ്റെ മഹത്വം പറഞ്ഞ് ഇവിടെ നിൽക്കുകയുള്ളൂ. ഭാവവേദുവിൻ്റെ കൈ പിടിച്ചു വലിച്ച് പുറത്തേക്കിറങ്ങി. എന്തിനാണ് താൻ ഇങ്ങനെയെല്ലാം സഹിക്കുന്നത്? വൈഗ സ്വയം ചോദിച്ചു കൊണ്ടിരുന്നു. സ്വയം അവസാനിച്ചാൽ തീരില്ല എല്ലാം. പൈക്കൾക്ക് പുല്ലിട്ട് കൊടുത്തിട്ടും മറ്റേതോ ലോകത്തെന്ന പോലെ ചിന്തയിലാണ്ടുപോയി. മഹേഷേട്ടൻ പുറത്തുപോയി തിരികെ വരുന്നതും കാത്ത് താൻ ഇരിക്കാറില്ലേ? മഹേഷേട്ടൻ വഴക്ക് പറയുമ്പോൾ തൻ്റെ കണ്ണുകൾ നിറയാറില്ലേ? മഹേഷേട്ടനെ കുറിച്ച് വാവയോട് പറഞ്ഞതൊക്കെ ഓർത്ത് കുറ്റബോധം തോന്നാറില്ലേ? അതെ, ജീവനേക്കാളേറെ ഞാൻ സ്നേഹിച്ചിരുന്നു, പ്രണയിച്ചിരുന്നു. കഴുത്തിൽ താലി കിട്ടിയത് കൊണ്ട് മാത്രമല്ല, ആദ്യമായി വൈകിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പുരുഷൻ, പ്രണയിച്ച പുരുഷൻ. അവനോടൊപ്പം നല്ലൊരു ജീവിത സ്വപ്നം കണ്ടിരുന്നു. എന്താ മഹേഷേട്ട എന്നെ മനസ്സിലാക്കാത്തത്? സ്നേഹിക്കാൻ മാത്രം ആ മനുഷ്യനൊന്നും തന്നിട്ടില്ല, വേദനകൾ മാത്രം. അതുകൊണ്ട് തനിക്കിഷ്ടമല്ല എന്നൊരായിരം തവണ പറഞ്ഞാലും തൻ്റെ വാവയ്ക്ക് വേണ്ടി താനിവിടെ നിന്നേ പറ്റൂ. ബാബ പറഞ്ഞതൊക്കെ സത്യമാണ്. പക്ഷേ എന്ത് ചെയ്യണമെന്നറിയില്ല. ഒന്നിലും മനസ്സുറച്ചു നിൽക്കാത്ത പോലെ വല്ലാത്തൊരു മാനസിക സംഘർഷം. മോളെന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? പറമ്പിൽ പണിക്ക് വന്ന ചേച്ചിമാരിൽ ഒരാളാണ്. ബാക്കിയുള്ളവരും ചുറ്റും കൂടി. ഞാൻ പൈക്കൾക്ക് പുല്ല് കൊടുക്കാൻ. ഉഴറുന്ന മനസ്സിനെ പിടിച്ചു കിട്ടി ചിരിയോടെ എല്ലാവരെയും നോക്കി. അനുജത്തിമാര് പോയോ? പോയി. എങ്കിൽ ശരി മോളെ. അല്പനേരം കൂടെ അവിടെ ചിലവഴിച്ച് റൂമിലേക്ക് ചെല്ലുമ്പോൾ തുറന്നു കിടന്ന ഡോറിലൂടെ തന്നെ കണ്ടു ജനാലക്കരികിൽ നിൽക്കുന്ന മഹേഷേട്ടനെ. ഇതെപ്പോൾ വന്നു? വന്നത് അറിഞ്ഞതേ ഇല്ലല്ലോ. മഹേഷേട്ടാ, വന്നിട്ട് ഒത്തിരി നേരമായോ? കഴിക്കാൻ എടുക്കട്ടെ? വേണ്ട. നീ എന്തിനാ വൈകി ആ സ്ത്രീകളോടൊക്കെ സംസാരിക്കാൻ പോകുന്നത്? തിരിഞ്ഞു നോക്കാതെ മഹേഷ് ചോദിച്ചു. ജനാലയിലൂടെ നോക്കിയാൽ തൊഴുത്ത് കാണാം. അവളിൽ നിന്നും മറുപടിയൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ മഹേഷ് വൈകിയുടെ നേരെ തിരിഞ്ഞു. എനിക്കിഷ്ടമല്ല നീ അവരോടൊന്നും സംസാരിക്കുന്നത്. ഇരുതോളിലും കൈ ചേർത്ത് അമർത്തി വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഞാൻ അവർ സംസാരിച്ചപ്പോൾ നീ ജോലിക്ക് പോകാൻ തന്നെ തീരുമാനിച്ചോ? അല്പനേരത്തെ മൗനത്തിന് ശേഷം മഹേഷ് ചോദിച്ചുകൊണ്ട് അരികിലേക്ക് നീങ്ങി വന്നപ്പോൾ വൈഗ പിന്നിലേക്ക് രണ്ടടി വെച്ചു. വൈഗ തന്നെ ഉപേക്ഷിച്ച് പോകുമോ എന്നൊരു ഭയവും മഹേഷിനുണ്ട്. പോയി കുടിക്കാൻ കുറച്ച് തണുത്ത വെള്ളം എടുത്തോണ്ട് വാ. അവിടെ നിന്നും ഇറങ്ങിയതേ വാവ മഹേഷിൻ്റെ ഫോണിലേക്ക് വിളിച്ചു. മഹേഷ് ഇഷ്ടക്കേടോടെ ഫോൺ ബെഡിലേക്കിട്ടു. 2-3 തവണ വിളിച്ചിട്ടും കോൾ എടുക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ വാവയ്ക്ക് വാശിയായി. വിളിച്ചുകൊണ്ടേയിരുന്നു. സഹി കെട്ട് മഹേഷ് ഫോൺ എടുത്തു. എന്തിനാ ഇങ്ങനെ കടന്ന് വിളിക്കുന്നത്? ഫോൺ എടുക്കാത്തത് തിരക്കുകൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നിനക്കില്ലേ? ഭാര്യയോട് എങ്ങനെയാ പെരുമാറേണ്ടതെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നിങ്ങൾക്കുണ്ടോ? എടുത്തടിച്ചതുപോലെയുള്ള അവളുടെ ചോദ്യത്തിൽ വാവ തന്നെയാണോ എന്നറിയാൻ ചെവിയിൽ നിന്ന് ഫോൺ നീക്കി മഹേഷ് സ്ക്രീനിലേക്കൊന്ന് നോക്കി. മഹേഷേട്ട എന്ന് വിളിച്ചാൽ മുഴുവൻ വിളിക്കാത്തവളാണ്. എല്ലാം വിളമ്പിയിട്ടുണ്ട് അനുജത്തിമാരോട്. അവളോടുള്ള ദേഷ്യവും വിമർശവും മഹേഷ് കടപ്പല്ല അമർത്തി ഞെരിച്ചു. എനിക്കൊന്ന് കാണണം. ഇപ്പോൾ പറ്റില്ല. മഹേഷിൻ്റെ ശബ്ദത്തിലെ താല്പര്യമില്ലായ്മ വാവയെ ചൊടിപ്പിച്ചു. നിങ്ങളുടെ സൗകര്യത്തിന് എനിക്ക് നിങ്ങളെ കാണണമെന്നല്ല പറഞ്ഞത്. ഇപ്പോൾ എനിക്ക് കാണണമെന്നാണ് പറഞ്ഞത്. അല്ല, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരും. അവിടെ ഒരു സീനുണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ ചേച്ചിയെ ഓർത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാനിപ്പോൾ ബീച്ചിലെ 3ാമത്തെ കാറ്റാടി മരത്തിൻ്റെ അരികിലുണ്ട്. 10 മിനിറ്റിനുള്ളിൽ അവിടെ എത്തിയിരിക്കണം. മഹേഷിൻ്റെ ഭാഗത്തു നിന്നും മറുപടിയൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ ഗൂഢമായി ചിരിച്ചുകൊണ്ട് വാവ ഫോൺ കട്ടാക്കി. അയാൾ വരും. കാറ്റാടി മരത്തിന് ചൂട്ടിലിരിക്കുന്ന വേദുവിനരികിലേക്ക് വാവ ചെന്നിരുന്നു. വേദുവിൻ്റെ കയ്യിലിരിക്കുന്ന ബട്ടർ സ്കോച്ചിൻ്റെ കോൺ ഐസ്ക്രീം ഒലിച്ചിറങ്ങുന്നുണ്ട്. അല്പം നീങ്ങി നിന്ന് ഫോൺ വിളിക്കുന്നതിന് മുന്നേ വാങ്ങി പേപ്പർ കളഞ്ഞു കൊടുത്തതാണ്.
ആർത്തലച്ച് കരയെ ചുംബിക്കുന്ന തിരമാലയിലേക്ക് തന്നെ മിഴിനട്ടിരിക്കുകയാണ്. ആദ്യമായാണ് ബീച്ചിൽ വരുന്നത്. കടൽക്കാറ്റേറ്റ് പാറി പറക്കുന്ന അവളുടെ തലമുടി ഒതുക്കി വെച്ചു കൊടുത്തു. എത്ര തിര വരെ എണ്ണി? ചോദിച്ചു കഴിഞ്ഞാണ് വിതുമ്പാൻ തുടങ്ങിയ അവളുടെ മിഴികൾ കാണുന്നത്. എന്താ വേദു, എന്തു പറ്റി? കയ്യിലിരുന്ന ഐസ്ക്രീം നിലത്തേക്ക് കളഞ്ഞ് വാവയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവളുടെ മാറിലേക്ക് വേദു മുഖം പൂഴ്ത്തി വെച്ചു. ചേച്ചിയുടെ ജീവിതമോർത്തുള്ള വേദനയാണെന്ന് കരുതി വാവ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. എന്തിനാ വിഷമിക്കുന്നത്? നിന്റെ വാവേച്ചി കൂടെയുള്ള കാലത്തോളം എൻ്റെ വേദു കരയരുത്. ചേച്ചിക്ക് ഇഷ്ടമല്ല, കേട്ടല്ലോ? വേദുവിൻ്റെ മുഖം കൈകളിലെടുത്ത് കവിൾ തുടച്ചു കൊടുത്തു. നമ്മുടെ ചേച്ചിയുടെ സ്വഭാവം മോൾക്കറിയില്ലേ? പഴഞ്ചൻ ചിന്താഗതിയാ, എത്ര കിട്ടിയാലും പഠിക്കില്ല. അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം കേട്ടോ. ഇനിയൊന്ന് ചിരിച്ചേ. ചിരിക്കടി. ആ ചിരിക്ക് വേദൂച്ചേ. വേദു മെല്ലെ ഒന്ന് ചിരിച്ചു. നീറിപ്പോകുന്ന തൻ്റെ മനസ്സിന് അതൊരാശ്വാസമായിരുന്നു. തിരക്ക് തീരെ കുറവാണ്. കൈ ചേർത്ത് പിടിച്ച് ധരിച്ചിരിക്കുന്ന പാൻസ് അല്പം ഉയർത്തി മണൽപ്പരപ്പിലൂടെ നടക്കുന്ന കമീതാക്കൾ. തിരമാല കാലിൽ വന്ന് ചുംബിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് കൗതുകത്തോടെ നോക്കി നിന്നവൻ. കടല വാങ്ങി കുറച്ചുകൊണ്ട് തീരത്തിരിക്കുന്നവർ. ഐസ്ക്രീം വണ്ടിക്കരികിൽ നിന്ന് ഐസ്ക്രീം വാങ്ങി തൻ്റെ കാമുകിക്കരിയിലേക്ക് ചെല്ലുന്നവൻ. പരിഭ്രമവും പേടിയും കൊണ്ട് ചുറ്റും നോക്കുന്ന പെൺകുട്ടി. ക്ലാസ് കട്ട് ചെയ്ത് നടക്കുന്നതാകും. വൈക വെള്ളവുമായി വരുമ്പോൾ ഒന്നും ഇടാതെ മഹേഷ് പാഞ്ഞ് പുറത്തേക്കിറങ്ങുന്നത് കണ്ടു. മഹേഷ് ഏട്ടാ! ചുറ്റും കാഴ്ചകളിൽ നിന്നും വാവ മിഴികൾ പിൻവലിച്ചത് അരികിൽ വന്നു നിന്ന ബൈക്കിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞാണ്. ബൈക്കിൽ നിന്നിറങ്ങുന്ന മഹേഷിനെ കണ്ടതെ വാവയും വേദുവും എഴുന്നേറ്റു. വേദു വാവയുടെ കയ്യിലെ പിടിമുറുക്കി. വഴക്കു വല്ലതും ആകുമോ എന്നൊരു ഭയം. വേദുവിനെ നോക്കി ഒന്നുമില്ലെന്ന് പറഞ്ഞ് കണ്ണൊന്ന് ചിമ്മി കൈ അയച്ച് മഹേഷിന് അരികിലേക്ക് ചെന്നു. എന്തിനാ വിളിച്ചത്? അറിയാം എന്തിനാണെന്ന്. എങ്കിലും ആദ്യ സംഭാഷണത്തിന് തുടക്കമിട്ട് മഹേഷ് തന്നെ സംസാരിച്ചു. താനെല്ലാം അറിഞ്ഞിരിക്കുന്നു എന്ന് അയാൾക്കറിയാം. അവനിലെ ഭാവമാറ്റവും താല്പര്യമില്ലായ്മയും ഭാവിയെ ശ്രദ്ധിച്ചു. എന്താ ഉദ്ദേശം? ബൈക്കിൻ്റെ ഹാൻഡിലിൽ കൈ ചേർത്ത് വാവ മഹേഷിൻ്റെ മുഖത്ത് നോക്കാതെ ചോദിച്ചു. മഹേഷ് ബൈക്കിൽ ചാരി നിൽക്കുകയാണ്. അവൻ്റെ ചുളിഞ്ഞ മുഖത്തേക്ക് വാവ നോക്കി. മാത്രയ്ക്ക് മുന്നേ അവന് നേരെ തിരിഞ്ഞ് അവൾ അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. മഹേഷും വേദുവും വാവയുടെ പെട്ടെന്നുള്ള പെരുമാറ്റത്തിൽ ഭയന്നുപോയി. നിനക്കറിയില്ല അല്ലേടാ? ദേഷ്യം കൊണ്ട് വിറച്ച വാവയുടെ ശബ്ദം തിരമാലയുടെ ശബ്ദത്തിനൊപ്പം മുഴങ്ങി.